ഹായ്. നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാം, അത് നിലനിർത്താം, അത് കൂട്ടാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുവിധം അസുഖങ്ങളെയൊക്കെ ചെറുത്ത് നിർത്താനും പ്രതിരോധിക്കാനും ഒരുവിധം ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മുടെ ദൈവം നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. ഇത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് പരിഹരിക്കാൻ, കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഭക്ഷണം തന്നെയാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രത്യേകിച്ച് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, മുസമ്പി പോലുള്ള വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നമ്മുടെ നാച്ചുറൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് അത് വളരെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ നല്ല സാധനങ്ങളാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, തേന്, ഇതൊക്കെ നാച്ചുറൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ടോക്സിൻസ് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നത് വെള്ളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം വളരെ ലൈവായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് നിർത്തുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം കാരണമാണ്. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള അളവിലുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം, നല്ല രീതിയിൽ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് പോസിറ്റീവായി മാനേജ് ചെയ്യാമെന്ന്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വരുന്ന സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വരുന്ന സ്ട്രെസ്സുകൾ നമ്മൾ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നെഗറ്റീവായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അത് പിന്നെ രോഗങ്ങളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വരുന്ന സ്ട്രെസ്സുകൾ വളരെ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവും വ്യായാമം ചെയ്യുക. ദിവസവും വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്താനും ഓക്സിജൻ എത്താനും എല്ലാ കോശങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ മെറ്റബോളിസം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അതുകൊണ്ട് റെഗുലർ എക്സസൈസ് എന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡുകൾ, പാക്ക്ഡ് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ ഒഴിവാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്ന വൈറ്റ് ഷുഗറാണ്. ഈ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, കേക്ക് ആയിക്കോട്ടെ, സ്വീറ്റ്സുകൾ ആയിക്കോട്ടെ, ജ്യൂസുകൾ ആയിക്കോട്ടെ, ചായ അതിലിട്ട് കുടിക്കുന്നതായിക്കോട്ടെ, ഇത്തരം ഈ ഷുഗർ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു, തീരെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പൊ അതിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒരു പരിധിവരെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളെ, നാച്ചുറലായിട്ട് വരുന്ന ഒരുപാട് രോഗങ്ങളെ നിങ്ങൾക്ക് ശരീരം കൊണ്ട് തന്നെ, നിങ്ങൾക്ക് തന്നെ മരുന്നോ മറ്റോ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വിഷയം വീണ്ടും കാണാം. താങ്ക് യു.